നമ്മള് വിന്ധ്യാഗിരി മഹാദ്വാർ കവാടത്തിന്റെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആളുകൾ കയറി പോണതാണ്. 700 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് കയറുന്നതിന്റെ തൊട്ട് താഴെയുള്ളൊരു സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്ത സ്ഥലം. നല്ല വൃത്തിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അവിടെ ടോയ്ലറ്റ് ഇതൊക്കെ ഉണ്ട്. പിന്നെ വയ്യാത്തവർക്ക് കയറാൻ വേണ്ടിയിട്ട് പല്ലൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. 700 സ്റ്റെപ്പ് കയറാൻ കഴിയാത്തവർക്ക്, ആഗ്രഹമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ചാർജ് എത്രയൊന്നും അറിയില്ല. ചെരുപ്പ് അവിടെ ചെരുപ്പൊക്കെ ഒരു മുറിയിൽ സൂക്ഷിക്കണം. അതിന് 5 റുപ്യാണ് ചാർജ്. അല്ലെങ്കിൽ ചെരുപ്പിടാതെ വരിക. ഇനി മെല്ലെ കയറട്ടെ. സ്റ്റെപ്പ് കയറ്റം തുടങ്ങി. കുഞ്ഞു സ്റ്റെപ്പുകളാണ്. ചെറിയ പാറ്റൽ മഴ ഉണ്ട്. ഒരു ഡിഫിക്കൽറ്റി, ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി ഉണ്ട്. അത്ര സുഖമായിട്ട് മുകളിലെത്താൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. തുടങ്ങി കയറുമ്പോൾ സുഖമാണ്. പക്ഷെ കുറേ സമയം ഇതേപോലെ കയറുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. ഒരു ആവറേജ് ആരോഗ്യമുള്ളവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേണ്ടോ, ഗ്രൗണ്ടിൽ നിന്ന് 130 മീറ്റർ ഉയരത്തിലാണ് ഈ പാറ ഉള്ളത്. സമുദ്രനിരപ്പെന്നാണെങ്കിൽ 1300 അങ്ങനെ എന്തോ ആണ്. ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ചാട്ടോ. അതിൻ്റെ ഈ 130 അടി ഗ്രൗണ്ടിൽ നിന്ന് ഉയരമുള്ള ഈ പാറേൻ്റെ മുകളിൽ 18 മീറ്റർ ഉയരത്തിലുള്ള ഒറ്റശിലയിൽ തീർത്ത ഒരു ഗോമതേശ്വരൻ്റെ സ്റ്റാച്ചു ആണുള്ളത്. അത് ഏഷ്യയിൽ തന്നെ വളരെ എണ്ണം കുറഞ്ഞ സ്റ്റാച്ചുകളിൽ ഒന്നാണ്. പിന്നെ ഇവിടെ 12 വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങിൻ്റെ പേരാണ് മഹാമസ്തകാഭിഷേക. ലാസ്റ്റ് നടന്നത് 2018 ഇനി അടുത്ത 2030 മഹാമസ്തകാഭിഷേകം നടക്കാൻ പോണത്. കയറി കുറച്ച് മേലേക്ക് വരുമ്പോൾ ചെറിയൊരു കാല് കളിക്കലും ചെറിയൊരു ക്ഷീണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് കാണിക്കാൻ പാടില്ല. കയറാണ്ട് കയറട്ടോ. ഇതൊരു ജൈന തീർത്ഥാടന കേന്ദ്രമാണ്. കയ്യിലും കാലിനൊക്കെ നല്ലൊരു ആയാസം കിട്ടും കയറിയാൽ. അപ്പോൾ ഇതുപോലും കയറിയിട്ടില്ല. ഇവിടുന്ന് തന്നെ ശ്രാവണബലഗോള അമ്പലത്തിന് ചുറ്റുപെട്ട് കിടക്കുന്ന പ്രദേശത്തിൻ്റെ നല്ലൊരു കാഴ്ച കാണാം. ഇവിടെ നല്ലൊരു കുളം കാണാനുണ്ട്. അപ്പുറത്ത് വേറൊരു മലയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയും കയറുന്നതാണ്. വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുന്നേ കുറേ തവണ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയം ഒഴിഞ്ഞു കിട്ടിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതാണ് കറക്റ്റ് സമയം. മഴയില്ല, എന്നാൽ ചെറിയ മഴ ഉണ്ട്, വെയിലില്ല, നല്ല ശാന്തമായ കാലാവസ്ഥ. ഇവിടെ വലിയ തിരക്കുമില്ല. ആൾക്കാർ കൂടുമ്പോഴാണ് ആ സ്ഥലത്തിൻ്റെ ഭംഗിയും. പിന്നെ വില ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയല്ലോ അല്ലേ. അന്നത്തെ സാങ്കേതിക വിദ്യ വേറെന്തോ ആണ്, നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത. ഏകദേശം ഇത്രയും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അവിടെ കാണാണ്ട്. എത്തിയോ? ആ, കണ്ടിട്ട് എത്തിയെന്നാ തോന്നണേ. ഏകദേശം അടുത്തെത്തിയ പോലെ ഉണ്ട്. ആ, എന്നാ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് മേലേക്ക് ഇനിയുണ്ട്. അവിടേക്ക് കയറാണ്ട്. ഇനിയിപ്പോൾ അവിടെ കയറിയാലേ അറിയുള്ളൂ അതിൻ്റെ മേലേക്ക് ഉണ്ടോ. അതുകൊണ്ട് ഒന്നും തീർത്ത് പറയാനായിട്ടില്ല. ഇനിയും കയറാനുണ്ട്. വലിയ ഉരുളം കല്ലുകൾ. എന്താല്ലേ സംഭവം. ഇതൊക്കെ ഒന്ന് ഒരു തവണയെങ്കിലും കാണണം. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. മഴയില്ല, വെയിലില്ലാത്ത നല്ലൊരു കാലാവസ്ഥ. അതുകൊണ്ട് കയറി വന്ന വലിയ വേർപ്പും ക്ഷീണവും കുഴക്കമൊന്നും വല്ലാതെ അറിയില്ല. ഇവിടെ ഇപ്പം കണ്ട ഈ കെട്ടിടത്തിൻ്റെ
ഭാഗത്തായിട്ട് ചില്ലുകൊണ്ട് കുറേ സംഭവങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ അടുത്ത കാലഘട്ടത്തിലോ എഴുതി വെച്ച കുറേ സംഭവങ്ങളാണ്, റിസർവ് ചെയ്ത് വെച്ചതാണ്. ഹിന്ദി പോലെ ഉണ്ട്, സംസ്കൃതമാണോ അറിയില്ല. ഇനി കൂടുതൽ മുകളിലേക്ക് പോവാണ്. മൂന്ന് തീർത്ഥങ്കരന്മാര്, ശാന്തിനാഥ, ആദിനാഥ, നേമിനാഥ പ്രതിഷ്ഠയാണ് ഉള്ളിലുള്ളത്. ജൈനമതത്തിലെ പുരോഹിതന്മാരാണ് തീർത്ഥങ്കരന്മാരെന്ന് പറയുന്നത് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവമാണോ ഇങ്ങനെയുള്ളൊരു എണ്ണക്കൊട്ടന അതാവുന്നത്. എന്താ തിന്നാണോ? അവിടെയാണ് പ്രതിഷ്ഠ കണ്ടിട്ട് അവിടെ നിന്നാണ് വരുന്നത്. അവിടെ കുറച്ചുകൂടി കയറി വെള്ളത്തി ഇവിടെ ഒരു പുതിയ കവാടം കൂടി ഉണ്ട്. ഗോമതേശന്റെ ചെറിയൊരു പ്രതിഷ്ഠ ഇവിടെ കാണാണ്ട്. ഇവിടെ കാണണ്ടോ? ജൈന മതവുമായി ബന്ധപ്പെട്ട കുറെ കുത്തുപണികളുണ്ട്. ഈ ഗോമതേശൻ തന്നെയാണ് മഹാബലി, അല്ല ബാഹുബലി എന്ന് പറയണതുണ്ട്. അവിടുന്ന് കയറി വന്നു. ഇനി സ്റ്റെപ്പുകളുണ്ട്. നല്ലൊരു സ്ഥലം. ഇവിടെ ഉറങ്ങാൻ സമയത്തെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയാനെ. അടിപൊളി സ്ഥലം. ഇവിടെ ഒരു കൊടി പാറി പറക്കുന്നുണ്ട്, ഒരു പഞ്ചവർണ്ണ പതാക, ചുവപ്പ്, മഞ്ഞ, വെള്ള, പച്ച, നീല. ചിലപ്പോൾ ജൈനമതത്തിൻ്റെ കൊടി ആയിരിക്കണം. ജൈനമതം ജൈനസത്തിൻ്റെ കുട്ടിയാണ് പഞ്ചവർണ്ണ. മുട്ടിക്ക് ചപ്രയല്ലോ. ഏറ്റവും ടോപ്പിലെത്തി. അതിലാണ് നമ്മൾ കയറി വന്നത്. ഇതിനകത്താണ് ആകശില പ്രതിമ ഉള്ളത്. അതിൻ്റെ ചുറ്റുമുള്ള അറിയാം ചുറ്റുമതിൽ. ഇവിടെ ചുമരിലൊക്കെ പല പല കൊത്തുപണികളൊക്കെ കാണാം. പ്രതിമേൻ്റെ തലേൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് കാണാം കേട്ടോ. എന്താ ഫിനിഷിങ് ഉണ്ടാക്കി വന്നത് എങ്ങനെയാണോ അതോ പിന്നെ പോളിഷ് ചെയ്താണോ? ഭയങ്കര തന്നെ കൊത്തുപണികൾ. ഇവിടെ ഒരു വാതിൽ കാണാനുണ്ട്. കണ്ടാൽ കയറി പോകാൻ കൊതിയൊക്കെ ആവും. പക്ഷെ ഇവിടെ ആളിരിക്കുന്നുണ്ട്. തലങ്ങണയൊക്കെ ഉണ്ടത്തെ. കാര്യമില്ല. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് ആർക്കറിയാം. മന്ത്രങ്ങളൊക്കെ ആണാവോ. ആണ് ബാഹുബലിന്റെ പ്രതിമ അവിടെ കാണാം. ഇതിലാണ് പ്രവേശനം. അകത്ത് കയറി നോക്കട്ടെ. നമ്മൾ ഉള്ളിലെത്തി. ഇതാണ് ബാഹുബലിന്റെ പ്രതിമ. ഗോമതേശ്വര ബാഹുബലി സെയിം. ഗോമതേശ്വര ബാഹുബലി സെയിം. ഗോമതേശ്വരനും ബാഹുബലി ആണത് സെയിമാണ്. അവിടെ ഒരു പൂജാരി മന്ത്രം ചൊല്ലി പൂജാകർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കമ്പാരിസൺ ഉണ്ടാവും. ഹൈറ്റ് ഇവിടെ നല്ല താഴെയുള്ള ഈ കല്ലുകളൊക്കെ നല്ല തണുപ്പാ. ഇവിടെ 2-3 പ്രതിഷ്ഠകൾ വേറെ ഉണ്ട്. ഇവിടെ പലയിടത്തും അരി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തൊരു കായാണോ അത്?
ഇവിടുത്തെ ശില്പ കൊത്തുപണികളൊക്കെ ഇവിടെ നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ജൈനത്തിലെ പല പല പുരോഹിതന്മാര് തീർത്ഥങ്കരന്മാരാണ് ഇതൊക്കെ. എല്ലാവരും വിവസ്ത്രരാണ്. എല്ലാ തീർത്ഥങ്കരന്മാരും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചവരാണ് തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരുപാട് തീർത്ഥങ്കരന്മാരെ പ്രതിമകളുണ്ട്. ഈ ഇതിന് തൊട്ട് ഇടത് ഭാഗത്തായിട്ടാണ് ബാഹുബലിന്റെ പ്രതിമ ഉള്ളത്. അതിന് ചുറ്റും ഇതുപോലുള്ള ഇടനാഴിയാണ്. ഈ ഇടനാഴിയിൽ ഫുള്ള് ഇടത് ഭാഗത്ത് പല പല തീർത്ഥങ്കരന്മാരെ ശിലകളാണുള്ളത്. ഇടത് കൈയിലെ ചൂണ്ടുവിരല് കുറച്ച് ചെറുതാണ് തോന്നുന്നു. അരി വെച്ചിട്ടാണ് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലായിടത്തും അരി കാണാറുണ്ട്. ബാഹുബലിന്റെ വലിയ പ്രതിമേന്റെ തൊട്ട് പുറകിലുള്ള ബ്ലോക്കിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ കല്ലൊക്കെ ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പ്. ഇവിടെ ഇരിക്കുമ്പോഴും തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. കാൽപ്പാത്തിലെ നിലവാണ്. അവിടെ തീർത്ഥം തെളിച്ചുകൊണ്ട് ഒരാൾ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഒരു പൂർണ്ണനഗ്നനായ തീർത്ഥങ്കരൻ ഇപ്പൊ വന്നു. ഇപ്പൊ ഇവിടെ ഉള്ള ഒരു പുരോഹിതൻ പൂർണ്ണനഗ്നായി വന്നിട്ട് ബാഹുബലിന്റെ പ്രതിമന്റെ താഴെ നിന്ന് പ്രാർത്ഥിച്ചു. എന്തൊക്കെയോ മന്ത്രങ്ങൾ എന്തൊക്കെയോ ചൊല്ലി തിരിച്ച് അതുവഴി കയറിപ്പോയി. ആ തീർത്ഥങ്കരൻ വന്നു പോണത് വീഡിയോയിൽ എടുക്കണത് ശരിയാണോ അല്ലേന്ന് അറിയില്ല. എന്തായാലും ഞാൻ അത് ഷൂട്ട് ചെയ്തില്ല. അത് അപ്രതീക്ഷിതമായിട്ട് സംഭവമായിരുന്നു. ഇവിടെ പൂജ ചെയ്തിട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഇതാണ് എല്ലായിടത്തും വെച്ചു കൊടുക്കണേ. അരിയും ഗ്രാമ്പും എന്ത് കായെന്നറിയില്ല ഈ കായ്. അപ്പോ ബാഹുബലിന്റെ പ്രതിമയും പ്രതിഷ്ഠയും പൂജ ചെയ്യണ ക്ഷേത്രമൊക്കെ കണ്ടു തിരിച്ചു പോരാണ്. ആൾക്കാരൊക്കെ ഭയങ്കര അലമ്പാട്ടോ. ഒരു ക്ഷേത്രത്തിൽ കയറിയ നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു സാമാന്യ മര്യാദയും അല്ലാതെ ഒച്ചമ്പാടൊന്നും ഉണ്ടാക്കാതെ സമാധാനപരമായിട്ട്. ഇവിടെ ഉള്ളവരങ്ങനെയല്ല കേട്ടോ. ക്ഷേത്രത്തിന്റെ ഉള്ളിലും പുറത്തും ഫുൾ അലമ്പാ. കലപല. എന്തായാലും രാവണപലകോള ക്ഷേത്രം കണ്ടു, ഇറങ്ങാണ്, പോവാ. ഞാൻ പറഞ്ഞതില്ലേ, ഒരു ഫുള്ള് പൂർണ്ണനഗ്നനായ ഒരു തീർത്ഥങ്കരൻ അവിടെ ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയിരുന്നു. ആദ്യം നമ്മൾ കുറേ തീർത്ഥങ്കരന്മാരെ പ്രതിമ ഉള്ള ഒരു ഇടനാഴി കൂടെ പോയില്ലേ, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാനൊന്നും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കിയപ്പോൾ അവിടെ ആ തീർത്ഥങ്കരൻ ബാക്കിയുള്ള തീർത്ഥങ്കരന്മാരെ പ്രതിമനെ തൊഴുതു നിൽക്കണ്ടായിരുന്നു. കയ്യിൽ വെഞ്ചാമരം പോലത്തെ എന്തോ ഒരു സാധനമുണ്ട്. ആകെ അതുള്ളത്, അത് മാത്രമേ ഉള്ളൂ. ബാക്കി പച്ച മനുഷ്യൻ. മഴ പെയ്തു തുടങ്ങിട്ടോ. അവിടെ കണ്ടോ, അതൊരു മൂടൽ മഞ്ഞ് പോലെ മഴയാണ്. മഴ പെട്ടെന്ന് എത്തിയിട്ടില്ല, അവിടേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷെ അവിടെ പെയ്തു തുടങ്ങി. തിരിച്ചിറങ്ങണ വഴിക്ക് മഴ ചാറി തുടങ്ങിയപ്പോൾ പാറക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പാറേൻ്റെ അടിയിൽ സീറ്റിംഗ് ആയി. ഇപ്പോൾ മഴ ചെയ്താൽ കൊള്ളൂല്ല. അവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുവരെയുള്ള വീഡിയോ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബാക്കി ഇതിന് ശേഷം കാണാം. അതുവരേക്കും ബൈ ബൈ.